CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനകീയ വിദ്യാഭ്യാസത്തിലൂടെയാണ് നാട് വളരുകയെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിന് നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. പരാതിയിന്മേൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സ്വകാര്യ ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികനെ യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. താഴേക്കോട് സ്വദേശി ഹംസയെയാണ് യുവാവ് ആക്രമിച്ചത്. മർദ്ദനത്തിൽ ഹംസയുടെ മൂക്കിന്റെ എല്ലു തകർന്നു. പാണ്ടിക്കാട് വെച്ച് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് ഇപ്പോൾ പിടിയിലായത്. ജനകീയ വിദ്യാഭ്യാസത്തിലൂടെയാണ് നാട് വളരുകയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിടം ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയിലാണ് മന്ത്രിയെ സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാർ നവകേരളം പദ്ധതിയിൽ വിദ്യാകിരൺ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.90 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് കെട്ടിടം പണിയുന്നത്. 3 നിലകളിലായി 15 ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള ആധുനിക രീതിയിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ശ്രീ വി അബ്ദുറഹ്മാൻ അവർക്കും ഈ നാടിന്റെ ഈ വിദ്യാലയത്തിന്റെ സ്കൂൾ ടീം അവതരിപ്പിച്ച പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ജനകീയ വിദ്യാഭ്യാസത്തിലൂടെയാണ് നാട് വളരുകയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ ജനകീയ കേൾക്കുന്നതാണ്. ജനകീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മേലോട്ട് വരാൻ കഴിയുള്ളൂ. കേരളത്തിൻ്റെ ചരിത്രം അതാണ്. ഇന്ന് രാജ്യത്ത് തന്നെ ഈ മാറ്റം കൊണ്ടുവന്നത് 96-ലെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനകീയ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇല്ലാത്തൊരു മാറ്റമാണ് ഇത്. ഈ ജനകീയ വിദ്യാഭ്യാസം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 96 നൽകിയിട്ടുള്ള അധികാരം അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ പഞ്ചായത്തിനാണെങ്കിൽ പ്രൈമറി വിദ്യാലയങ്ങളുടെ ചുമതലയാണ്. കാരണം കേരളം താഴോട്ടല്ല, നമ്മൾ നല്ല രീതിയിൽ തന്നെ ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാനമാണ്
എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നവകേരള കർമ്മപദ്ധതി പ്രകാരം വിദ്യാഭ്യാസ മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന 3 കോടി 3 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണത്തിൻ്റെ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് അറിയിച്ചു നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് MT അബ്ദുൾ റസാഖ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷനായി. കില PMU പദ്ധതി ചീഫ് മാനേജർ R മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അയമു, വാർഡ് മെമ്പർ ശാരദാ മോഹൻദാസ്, SMC ചെയർമാൻ KK ബാലകൃഷ്ണൻ, കോഴിക്കോട് RRD PX ബിയാട്ടീസ മരിയ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK ഷൗക്കത്ത് അലി, മോഹൻദാസ്, TK ഹംസ, മധുസൂദനൻ, K രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഹൈദ്രോസ് കോയ തങ്ങൾ ചടങ്ങിന് നന്ദി അറിയിച്ചു. പരിപാടികൾക്ക് മുൻപായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. CCN പെരിന്തൽമണ്ണ. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികനെ യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. താഴിക്കോട് സ്വദേശി ഹംസയെയാണ് യുവാവ് ആക്രമിച്ചത്. മർദ്ദനത്തിൽ ഹംസയുടെ മൂക്കിന്റെ എല്ല് തകർന്നു. താഴിക്കോട് നിന്ന് കരിങ്കല്ലത്താണിയിലേക്ക് വരുന്നതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബസ്സിൽ വെച്ച് യുവാവ് ഹംസയുടെ കാലിൽ ചവിട്ടിയതിനെ തുടർന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ യുവാവ് ഹംസയോട് അസഭ്യവർഷം നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ ഹംസയുടെ തലയ്ക്കും മൂക്കിനും ഗുരുതരമായി പരിക്കേറ്റു. മൂക്കിന്റെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ വിട്ട സമയമായതിനാൽ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ബസിന്റെ പിൻഡോറിന് സമീപം നിന്നിരുന്ന യുവാവ് വയോധികനെ പലതവണ മർദ്ദിക്കുന്നതും പിന്നീട് കഴുത്തിൽ പിടിച്ച് ബസിന് പുറത്തേക്ക് ഇറക്കി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ ഹംസയുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പാണ്ടിക്കാട് വെച്ച് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് ഇപ്പോൾ പിടിയിലായത്. ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻ കേരൻ ഷമീർ, കാളിയിടകത്ത് വീട്ടിൽ നസ്രു, അകലാട് മുന്നേണി സ്വദേശി എള്ളൂപ്പാട്ട് സുഫീർ, ചൊവ്വന്നൂർ മരത്തൻകോട് സ്വദേശി തൊണ്ടൻപീരി വീട്ടിൽ അൻസാർ, തിരുനെല്ലൂർ പാവറട്ടി സ്വദേശി നാലകത്ത് ചേക്കര നജീബ് റഹ്മാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, ജൂനിയർ SI അക്ഷയ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണ് കേസിനാസ്പദമായ സംഭവം. വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ പ്രവാസി വ്യവസായി ഷമീറിനെ പാണ്ടിക്കാട് ടൗണിൽ വീടിന് സമീപം വെച്ച് 2 കാറുകളിലായി വന്ന സംഘം ബലമായി പിടിച്ചുകയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ചാവക്കാട് ബീച്ചിൽ വെച്ച് മർദ്ദിക്കുകയും ശേഷം കൊല്ലത്തെ രഹസ്യ കേന്ദ്രത്തിൽ പൂട്ടിയിട്ട് വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു. മോചനദ്രവ്യമായി 1.5 കോടി രൂപ ആവശ്യപ്പെട്ട പ്രതികൾ ഷമീറിനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാമധ്യേ മലപ്പുറത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കാറിന് വിലങ്ങിട്ടാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. CCN പെരിന്തൽമണ്ണ. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട ആലത്തൂർ DYSP R മനോജ് കുമാറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. പരാതിയിന്മേൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്.
രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ആചാര ലംഘനമാണെന്നും യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥൻ 18ാം പടി കയറിയെന്നും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദർശനം നടന്നതെന്നും സ്റ്റാറ്റസിൽ ആരോപിച്ചിരുന്നു. ഈ വിഷയത്തിൽ BJP നേതാവ് സച്ചിദാനന്ദൻ, ആഭ്യന്തരമന്ത്രി, കേരള ഗവർണർ, DGP, SP എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് നടപടി വൈകുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പരാതിക്കാരന്റെയും ബന്ധപ്പെട്ട സംഘടനകളുടെയും തീരുമാനം. നമുക്കറിയാം, കൃത്യമായിട്ട് ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരേ സമയം CPM-നെയും കോൺഗ്രസിനെയും BJP-യെയും വിമർശിക്കുന്നതോടൊപ്പം CPM-നെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. എങ്ങനെയാണ് ഒരു DYSP, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആള്, നിയമം പാലിക്കേണ്ട, നിയമം കാത്തു സൂക്ഷിക്കേണ്ട ആള്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഈ തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അന്ന് മുതൽ സമരരംഗത്തുണ്ടായിരുന്നു. BJP അന്ന് തന്നെ നിയമപരമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിൽ BJP പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പറയാൻ കഴിഞ്ഞത് BJP-യുടെ പരാതി കൃത്യമായിട്ട് വായിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് പരാതി എടുത്തിട്ടില്ല എന്നാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും BJP ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഭാരതീയ ജനതാ പാർട്ടി നാളെ വീണ്ടും ഈ പരാതി കൊടുക്കും. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതുമായി ബന്ധപ്പെട്ട് DYSP-യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ട നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം എന്നുള്ളതാണ് BJP-ക്ക് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ ഇരുചക്ര വാഹനം ഇടിച്ച് കാൽനടയാത്രക്കാരന് പരിക്ക്. എടത്തനാട്ടുകര ITC പടിയിലാണ് സംഭവം. അപകടമുണ്ടാക്കിയ സ്കൂട്ടർ നിർത്താതെ പോയി. ITC പടിക്ക് സമീപം പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അബുവിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. വിദ്യാർത്ഥികൾ ഓടിച്ചു വന്ന സ്കൂട്ടറാണ് അബുവിനെ ഇടിച്ചിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ അബുവിന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അപകടം വരുത്തിയ ശേഷം ഇരുചക്രവാഹനം നിർത്താതെ ഓടിച്ചു പോയതായി ദൃക്സാക്ഷികൾ പറയുന്നു. പരിക്കേറ്റ അബുവിനെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് കൊമ്പം വളവിൽ ലോറിയും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. അപകടത്തിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറായ നാട്ടുകൽ പുത്തൂർ ആക്കപ്പറമ്പൻ വീട്ടിൽ അബൂബക്കറിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ അബൂബക്കറിനെ ഉടൻ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിലെ കൊമ്പം വളവ് സ്ഥിരം അപകട മേഖലയാണെന്നും ഇവിടെ മുൻപും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. CCN ചത്തല്ലൂർ. ധനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാതല പരിപാടി തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കും. രാവിലെ 10:30 മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി പി. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ലീഡ് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ എല്ലാ പ്രധാന ബാങ്കുകളുടെയും പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുക്കും. ഒക്ടോബർ 4 ഗുജറാത്ത് ഗാന്ധിനഗറിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ നാഷണൽ, സ്റ്റേറ്റ്, ലോക്കൽ തലങ്ങളിൽ ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് തുകകൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ, പെൻഷൻ ബാലൻസുകൾ തുടങ്ങിയ പൗരന്മാർക്ക് അവകാശപ്പെട്ട എന്നാൽ ഇതുവരെ ക്ലെയിം ചെയ്യപ്പെടാത്ത തുകകളെക്കുറിച്ച് പൊതുജന ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കസ്റ്റമേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ആ ക്യാമ്പിൽ നമ്മളുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിവൈവ് ചെയ്യാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ മേജർ ബാങ്ക്സ് എല്ലാവരും തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ SBI, കാനറ ബാങ്ക്, കേരള ബാങ്ക്, അതുപോലെ തന്നെ KGB എല്ലാ മേജർ ബാങ്ക്സും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ബാങ്ക്സിന്റെയും സ്റ്റാളുകളും ഇതിൽ അവൈലബിൾ ആയിരിക്കും. പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ സേവനങ്ങളും അതുപോലെ തന്നെ അൺക്ലെയിംഡ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള സേവനങ്ങളും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ലീഡ് ബാങ്ക് മാനേജർ MV അഞ്ജന ദേവ്, CR ബിനോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ചതിലൂടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങളെ കാവ്യവൽക്കരിക്കാനുള്ള RSS അജണ്ടകളുടെ നടത്തിപ്പുകാരായി അധപ്പതിച്ചുവെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി.
വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള RSSന്റെ പദ്ധതികളോട് രാജിയാകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം RSSന് തീരെഴുതി കൊടുക്കുന്ന ഈ സമീപനത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒക്ടോബർ 25 ശനിയാഴ്ച കളക്ടറേറ്റ് ഉപരോധം, കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ, ക്യാമ്പസ്, സ്കൂൾ യൂണിറ്റുകളിൽ പ്രതിഷേധങ്ങൾ, ഒപ്പുശേഖരണം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. കുറച്ചു പണം ലഭിച്ചാൽ നമ്മുടെ നാടിന്റെ മൂല്യങ്ങളെയും മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെയും ആരുടെ മുന്നിലും പണയം വെക്കുമെന്ന പിണറായി സർക്കാരിന്റെ നിലപാട് ലജ്ജാകരമാണ്. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ എന്ന നിരക്കിൽ കേരളത്തിലെ 300-ൽ പരം സ്കൂളുകളെ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും ജില്ലാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പഞ്ചായത്ത് തലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും ക്യാമ്പസ് തലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള ജില്ലാ കലക്ടറേറ്റുകളിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കുമൊക്കെ നടത്തുന്ന സമരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സിവിൽ സ്റ്റേഷൻ ഉപരോധത്തിന് നേതൃത്വം നൽകണമെന്നാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അമീൻ യാസിർ, KP ഹാദി ഹസൻ, നിത ഫാത്തിമ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഒക്ടോബർ 26-ന് പുത്തനത്താണി വെട്ടിച്ചിറയിലെ ഡ്രീംസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. കുറുക്കോളി മൊയ്തീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. AKGSMA സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഗോവിന്ദൻ, സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിക്കും. സംസ്ഥാനത്തെ അനധികൃത സ്വർണ്ണ വ്യാപാരം നിർത്തലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സ്വർണത്തിന് ചുമത്തുന്ന GST 3% നിന്ന് 1% കുറയ്ക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി രൂപം കൊണ്ട് 1945 മുതൽ രൂപം കൊണ്ട സംഘടനയുടെ തുടർച്ചയായി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തപ്പെടുന്ന ഒരു സമ്മേളനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത സ്വർണ്ണ വ്യാപാരത്തെയും നിയന്ത്രിക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും GST മേഖലയിൽ നിലനിൽക്കുന്ന GST 3% നിന്നും 1% കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുഴുവൻ സ്വർണ്ണ വ്യാപാരികളുടെയും ജില്ലാ സമ്മേളനമാണ് പുത്തനത്താണി വെട്ടിച്ചിറയിൽ ഡ്രീം ലോഞ്ച് എന്ന ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നത്. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്ന സമ്മേളനത്തിലേക്ക് മുഴുവൻ സ്വർണ്ണ വ്യാപാരികൾ ക്ഷണിക്കുന്നതോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ രക്ഷാധികാരി CA അലവിക്കുട്ടി ഹാജി, പ്രസിഡന്റ് TK സക്കീർ ഇക്ബാൽ, ജനറൽ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ, ട്രഷറർ ഹംസ ഹാജി നിലമ്പൂർ, വൈസ് പ്രസിഡന്റ് ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി MSF. പെരിന്തൽമണ്ണ മുനിസിപ്പൽ MSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. പെരിന്തൽമണ്ണ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസ മാസ്റ്റർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ MSF പ്രസിഡന്റ് ഹുദൈഫ് കുന്നപ്പള്ളി അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസ അന്തരീക്ഷം തകർക്കുമെന്നും PM ശ്രീ പോലുള്ള കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. CCN
പെരിന്തൽമണ്ണ. തകർപ്പൻ ഓഫറുകളുമായി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഒക്ടോബർ 25, 26 ശനി ഞായർ ദിവസങ്ങളിൽ ബിഗ് ബില്യൺ ഡേയ്സ് സ്പെഷ്യൽ ഓഫറുകൾ ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ബിഗ് ബില്യൺ ഡേയ്സ് സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 25, 26 ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ തകർപ്പൻ ഓഫറുകൾ ലഭ്യമാകുക. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഫാഷൻ ഐറ്റംസുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനേജ്മെന്റ് അറിയിച്ചു. ഒക്ടോബർ 25-നും 26-നും മാത്രമായി നടക്കുന്ന ഈ വിൽപ്പന മേളയിൽ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനുള്ള മികച്ച അവസരമാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. നമ്മളെ പെരിന്തൽമണ്ണ നെസ്റ്റോള് ഈ വരുന്ന 25, 26 ശനി ഞായർ തീയതികളിൽ 32 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മൾ വലിയൊരു ഓഫറിന് മാമാങ്കം തുടക്കം കുറിക്കുകയാണ്. ബിഗ് ബില്യൺ ഡേയ്സ്. അതിൽ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഓഫേഴ്സിലുണ്ട്. അത് രാവിലെ 8 മണിക്കാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. നൈറ്റിൽ 12 മണി വരെ നമുക്ക് ഷോപ്പ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് സെക്ഷനുകളിൽ, സൂപ്പർ മാർക്കറ്റ് സെക്ഷനുകളിൽ, ഗാർമെൻറ്റ്സുകളിൽ, അതുപോലെ ഫ്രഷ് ഫുഡിൽ, നോൺ ഫുഡ്, അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ നമുക്ക് നല്ല ഓഫേഴ്സുകൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. 259 രൂപയ്ക്ക് 5 കിലോ അജ്മിൻ്റെ പുട്ടുപൊടി. അതുപോലെ ആക്ച്വലി ഞാൻ എടുത്തു പറയാനുള്ള ഓപ്ഷൻസുകൾ 179 രൂപയ്ക്ക് 5 കിലോ പഞ്ചസാര. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 1499 രൂപയ്ക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സെക്ഷനുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 179 രൂപയ്ക്ക് പഞ്ചസാര നിങ്ങൾക്ക് 5 കിലോ സ്വന്തമാക്കാം. അതുപോലെ 50 രൂപയ്ക്ക് നമ്മൾ ബീഫ് ബോൺലെസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 289 രൂപയ്ക്ക് കോക്കനട്ട്. ഇപ്പം ആക്ച്വലി ഔട്ട്സൈഡൊക്കെ നല്ല വാല്യൂഡ് ആയ ഐറ്റംസ് തന്നെയാണ് കോക്കനട്ട് ഓയിൽ. 900 മില്ലിഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്നത് 289 രൂപയ്ക്കാണ്. മാക്സിമം അല്ലാതെ യൂട്ടിലൈസ് ചെയ്യുക ഈ ഓഫർ, ആരും മിസ് ചെയ്യണ്ട. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നെൽ കർഷകർ രാസവളങ്ങൾ ലഭിക്കാതെ പ്രതിസന്ധിയിലാണെന്ന് വെൽഫെയർ പാർട്ടി. ഈ വിഷയത്തിൽ ജില്ലാ കൃഷി ഓഫീസറുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നിവേദനം നൽകി. ഔദ്യോഗിക മാർക്കറ്റുകളിൽ വളങ്ങൾ ലഭ്യമാണെങ്കിൽ പോലും കർഷകർക്ക് സാധാരണ വിലയ്ക്ക് ഇത് ലഭിക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി. പല ഏജൻസികളും കടകളും 50 കിലോ ചാക്കിന് 200 രൂപ മുതൽ 300 രൂപ വരെ അധികമായി ഈടാക്കുന്നു. മാത്രമല്ല അധിക വില നൽകി വാങ്ങുന്നവർക്ക് പോലും ബില്ലോ ഇൻവോയ്സോ നൽകാത്ത നിലപാടാണ് വ്യാപകമായി തുടരുന്നതെന്നും കർഷകർ ആരോപിക്കുന്നു. പ്രതിസന്ധിക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കൃഷി ഓഫീസർക്ക് നിവേദനം സമർപ്പിച്ചു. ഇനി വിപണിയിൽ നിന്നും കിട്ടുന്നതിന് തന്നെ 200 രൂപയും 300 രൂപയും അധികമായി കൊണ്ട് നൽകേണ്ട ഒരവസ്ഥ വിശേഷമാണ് ഇന്നുള്ളത്. മാത്രമല്ല വിപണിയിൽ യൂറിയയുടെ കാര്യത്തിലാണ് കൂടുതലായിക്കൊണ്ട് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർ ഇപ്പോൾ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അടിവളം നൽകാൻ വളരെയധികം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർക്ക് ഇന്ന് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൈതാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര എന്നിവർ മലപ്പുറം ജില്ലാ കൃഷി ഓഫീസിൽ നേരിട്ടെത്തിയാണ് നിവേദനം നൽകിയത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനകീയ വിദ്യാഭ്യാസത്തിലൂടെയാണ് നാട് വളരുകയെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിന് നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട ആലത്തൂർ ഡിവൈഎസ്പി R മനോജ് കുമാറിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. പരാതിയിന്മേൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സ്വകാര്യ ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികനെ യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. താഴേക്കോട് സ്വദേശി ഹംസയെയാണ് യുവാവ് ആക്രമിച്ചത്. മർദ്ദനത്തിൽ ഹംസയുടെ മൂക്കിന്റെ എല്ലു തകർന്നു. പാണ്ടിക്കാട് വെച്ച് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യ ആസൂത്രകനടക്കം 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണ് ഇപ്പോൾ പിടിയിലായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.